ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ ആൻഡ് തേജുട്ടി ഫൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേജുട്ടിയെ ജാൻസി റാണിയായിട്ട് റെഡിയാക്കുവാണ്. സ്കൂളിലോട്ടൊരു ചെറിയ ഫാൻസി ഡ്രസ്സ്. അപ്പം അതിന് വേണ്ടിയിട്ട് തേജുട്ടി തേണ്ട ബ്ലൗസ് ഉള്ളവർക്ക് അങ്ങനെ ഇടാം. ഞാൻ തേജുട്ടിക്ക് ഒരു പഴയ ഫ്രോക്ക് എടുത്തിട്ടു, അതിൻ്റെ ഒരു ഇന്നർ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് പെട്ടെന്നായിരുന്നു പറഞ്ഞതും തേജുട്ടി അതുവരെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ച് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള ഒരു മേക്കപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി തേണ്ട ആദ്യം ഞാനൊരു ചരട് എടുത്തിട്ടുണ്ട്. നമ്മളുടെ വ്ളോഗ് എല്ലാവർക്കും അറിയാമല്ലോ, ഫാമിലി വ്ളോഗാണ്. അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തേജുട്ടിയുടെ സ്കൂളിലെ വിശേഷങ്ങളും തേജുട്ടി ഓരോ കാര്യത്തിന് പോകുന്നതിനുമൊക്കെ. അപ്പോൾ വേണ്ട ഞാനിവിടെ എൻ്റെ ഒരു സാരി തന്നെയാണ് തേജുട്ടിക്ക് എൻ്റെ ഒരു സാരി തന്നെയാണ് തേജുട്ടിയെ ജാൻസി റാണിയായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാം. ഈ തുമ്പ് വശം ഇങ്ങോട്ട് വരേണ്ടത് കൊണ്ട് ഈ സൈഡ് ഇവിടെ നിൽക്കണം. ഈ സൈഡ് അപ്പുറത്തെ സൈഡിലോട്ട് വിട്ടിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വരേണ്ട ഐറ്റംസിൻ്റെ ഒരു പകുതി ഭാഗം വേണ്ട. ഇത്ര ഐറ്റം ഞാനൊന്ന് മടക്കിയെടുക്കുവാണ്. ഒരുപാടങ്ങ് ഇച്ചിരി തളതളാന്ന് കിടക്കുന്ന സാരി വേണ്ട, അങ്ങനെ അങ്ങ് പിടിച്ചെടുക്കുമൊന്നും വേണ്ട. അതുകൊണ്ട് ഇത്രയും ഉണ്ടോ, ഇത്രയും തുമ്പിട്ടിട്ട് നമ്മളുടെ ഇറക്കം അനുസരിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ തന്നെ ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുവാണ്. ഇനിവേ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിട്ടൊരു ചരടിട്ടത്. എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഞാൻ ചരടിനകത്തൂടെ കെട്ടി, പിള്ളേരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുമ്പം അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചരട് കെട്ടിയത്. അപ്പം ടൈറ്റായിട്ടുണ്ട് അല്ലേ മോനെ? എന്നിട്ട് ഈ ഒരു ഭാഗം ഒന്നുമില്ല, അതുകൊണ്ട് ഈ പുറത്തൂടെ എടുക്കുന്നു ഇങ്ങനെ തിരിഞ്ഞു. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഈ ചരടിനകത്തോട്ട് തന്നെ കയറ്റി വെച്ചു. അപ്പോൾ ഇവിടെ നല്ല ഞെറുകോട് പോലെ നല്ല ഭംഗിയിൽ കിടപ്പുണ്ട്. അതിനുശേഷം ഇനി ഈ ഐറ്റം ഉണ്ടല്ലോ, ഇതും നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ പാൻറ്റ് പോലെ പൈജാമ പോലെ ഇങ്ങനെ ഞെറുവ് പോലെ വരും. തിരിഞ്ഞമനെ കണ്ടോ, പൈജാമ പോലെ വന്നു. ഇനി ഇതിനെ നമുക്കൊന്ന് ഞൊറിഞ്ഞെടുക്കണം. ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇനി ഞൊറിയുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു പിന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം, കുത്തിക്കൊടുക്കാം. ഞൊറിയുന്നതിന് മുമ്പ് നമുക്കിവിടെ ആദ്യം ഒരു പിന്ന് വെച്ച് കുത്തിക്കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പിടിച്ച് പിൻ ചെയ്തു. ഇനി വളരെ സിമ്പിളായിട്ട്, ഇത് ഈ തളതളാന്ന് കിടക്കുന്ന സാരി ആയതുകൊണ്ട് ഇതിന് വലിയ പ്ലേറ്റുകളൊന്നും അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നീങ്ങി നിൽക്കും, ഇച്ചിരി ഇങ്ങോട്ട്. തിരുട്ടി ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നത്. റെഡിയായില്ല. കൊച്ചായതുകൊണ്ടേ പിള്ളേരാകുമ്പോഴത്തേന് നമ്മളാണെങ്കിൽ സാധാരണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. ഇച്ചിരി നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ടൊന്ന് നീക്കിക്കേ. ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കട്ടെ. ഇങ്ങോട്ടൊന്ന് നീക്കി. രാവിലെ പോകുമ്പോഴത്തേനെ തേജുട്ടിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവരുടെ സ്കൂള് തുടങ്ങുന്നത് ഇച്ചിരി രാവിലെ തുടങ്ങുമേ. കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഇവരുടെ സ്കൂളിൻ്റെ ടൈം 8:30 തുടങ്ങും. അന്നേരം നമുക്ക് ഇവിടുന്ന് ഇന്ന് ഞങ്ങൾ കൊണ്ടുവിടുക, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോയ്ക്കായിരുന്നു വിടുന്നത്. ഇന്ന് നമ്മൾ ഒരുക്കി കൊണ്ടുവിടുവാണേ. അതുകൊണ്ട് ഞാനും രാവിലെ റെഡിയായി നിൽക്കുന്നത്. എൻ്റെ പിൻ ചെയ്ത് വെച്ചു. ഇത്ര ഓക്കെ. ഇപ്പം സാരി പോലെ. ഇനി ഈ ബാക്കി വരുന്ന ഐറ്റത്തിന് തിരി ഈ ബാക്കി ഞൊറിവിനെ നമ്മളുടെ കയ്യിലെ സാരിയുടെ പ്ലേറ്റ് തന്നെ ഇതുപോലെ കാണണം.
ഇനി വട്ടത്തിൽ തിരിഞ്ഞ്. ഇത് എളുപ്പമുണ്ട്, കാരണം ഒന്നുകൂടെ വട്ടം കറങ്ങിക്കും. ഇതിന് ഒത്തിരി ഞൊറും ഒന്നും എടുക്കാതെ തന്നെ ഇത് അഡ്ജസ്റ്റായിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പോൾ ജാൻസി റാണിക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് നല്ല പട്ട് അല്ലെങ്കിൽ നല്ല ബോർഡറൊക്കെ ഉള്ള സാരി എടുക്കണം. മോനൊന്ന് എനർജി ആയിട്ട് നിൽക്കും. ജാൻസി റാണി ഇച്ചിരി എനർജറ്റിക് ആയിട്ടൊക്കെ നിൽക്കട്ടെ. ഒന്നും കൂടെ ചുറ്റും. മോനെ ഇങ്ങോട്ട് തിരിയടാ. നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, എങ്ങോട്ട് തിരിയണം. ഞങ്ങൾ തമ്മിലുള്ള എപ്പോഴത്തെ അടിയുടെ കാര്യം അതാണ്. തിരിഞ്ഞ് തേജൂട്ടി അങ്ങോട്ട് തിരിയണമെന്ന് ഞാൻ മനസ്സ് വിചാരിക്കും. പക്ഷേ തേജൂട്ടിക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട് തേജൂട്ടി തിരിയത്തില്ല. ഒത്തിരി പിന്നൊന്നും കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് 2 പിന്നെ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ എടുത്ത് പുറത്തോട്ട് ഇട്ടു. ഇച്ചിരി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. അപ്പം ഇത് നമുക്ക് ഇച്ചിരി ഒന്ന് നോക്കട്ടെ മോനെ. അപ്പോൾ ഇത് പുറകെ വരുന്ന രീതി ഇച്ചിരി ഇവിടെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൂ പോലെ വിരിഞ്ഞിരിക്കുന്നു ഇവിടെ. നമുക്ക് അന്നേരം തോന്നുന്ന ഓരോ ഐഡിയയിലാണ് ഞാൻ ഈ ചെയ്യുന്നത്. നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നും ഉടുപ്പിക്കുന്നതല്ല. തേജൂട്ടിയുടെ ഓരോ കാര്യത്തിനും മിക്ക മേക്കപ്പും ഞാൻ തന്നെ ഇങ്ങനെ അത്യാവശ്യം വന്നതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഇവിടെ ഓക്കെ ആയി അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയും പിള്ളേർക്കൊരു ഡൗട്ട് വരും, ഇവിടത്തേത് മാറിപ്പോകുന്നു. അതുകൊണ്ട് ഞാനിവിടെ ഒരു പിന്നടി ചെയ്ത് കൊടുക്കുവേ. ഇവിടെ പാൻറ്റ് ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുവാണ്. അത് ഞാൻ പുറത്തൂടാണ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം അകത്തൂടൊക്കെ കുത്തിയിട്ടേ ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തൂടെ തന്നെ അതാകുമ്പോൾ അഴിക്കാനും എളുപ്പമുണ്ട്. ഈ കാലിനും ആ പ്രശ്നം ഉണ്ടെങ്കിൽ തിരിഞ്ഞു തന്നെ മോനെ. അപ്പോൾ കാലിനും ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേജൂട്ടിയുടെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മൾ തേജൂട്ടിയുടെ 2 മാല ഒന്നിച്ച് കുത്തിയിട്ട് ഒരു വലിയ മാലയാക്കിയതാണ്. കണ്ടോ? അതുപോലെ റാണിയല്ലേ, അന്നേരം കുറച്ച് വൈരങ്ങളും മുത്തുകളും ഒക്കെ കിടന്നോട്ടെന്ന് വിചാരിച്ചു. മുത്തുമാലയാണ് ഇത്. ഇത് തേജൂട്ടി ഓർക്കുന്നുണ്ടോ? ഇത് എപ്പോൾ വാങ്ങിയത്? ഏത് ബർത്ത്ഡേക്ക്? എനിക്ക് 6 അല്ല 5 വയസ്സുള്ള ബർത്ത്ഡേക്ക് വാങ്ങിച്ച മാല. ഞാൻ എന്തോ സൂക്ഷിച്ചു വെച്ചാലും തേജൂട്ടി അത് എടുത്തുകൊണ്ട് കളയും. ഇതെൻ്റെ 5ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച മാലയാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചത് കൊണ്ടൊക്കെ ആയിരിക്കും. തേജൂട്ടി കൊണ്ട് മാറ്റി കളിക്കാൻ കൊണ്ടിടുന്നിടത്തുനിന്ന് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വരും. ആ കൂട്ടത്തിൽ തന്നെ വാങ്ങിച്ച കമ്മലാണേ. അവൻ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ ഇച്ചിരിയും കൂടെ. ഇത് നിങ്ങൾ എപ്പോഴേലുമൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇതുപോലെയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ എപ്പോഴേലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതെൻ്റെ വളയാണ്, പഴയ കാലത്ത് ജാൻസി റാണി മുത്തൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് തേജൂട്ടിയാണ്, ഇത് എൻ്റെയാണ്, പഴയത് ഇച്ചിരി വലുതായിരിക്കും. അതുകൊണ്ട് എന്നാലും അത് ഇട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഇനി അടുത്തത് വേണ്ടത് പാദസരം വേണമല്ലോ, മാത്രം മതി. ഇത് കണ്ടോ, എൻ്റെ ഒരു ബ്ലൗസേൽ വെച്ചിരുന്ന മുത്ത്. നിൽക്കി ഇരിക്കല്ലേ. മുത്ത് ഞാൻ അഴിച്ചെടുത്താണ് പാദസരം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കൊലുസ്, പാദസരം എന്ന് എല്ലായിടത്തും പറയത്തില്ല, കൊലുസ്. തിരിഞ്ഞേക്കണ്ട. അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതേണ്ട ഇച്ചിരി ചുമ്മാ കെട്ടി വെക്കുവാന്നേ. മറ്റേ കാലം പുറകിലോട്ട് കെട്ട് വരണമെന്ന് ഇന്നലെ പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊന്ന് ട്രയൽ ചെയ്തായിരുന്നേ, ഇത് ഉടുത്താൽ എങ്ങനെ ഇരിക്കും. തേജുട്ടിക്ക് വിശ്വാസമില്ല, അമ്മയ്ക്ക് അറിയാവോ ഉടുക്കാനും ഉടുപ്പിക്കാനും. പെർഫെക്റ്റ് ആയാലേ പുള്ളിക്കാർ റെഡിയാക്കാൻ സമ്മതിക്കത്തുള്ളൂ. പിന്നെ കോസ്റ്റ്യൂം എല്ലാം റെഡി ആയിട്ടുണ്ട്. കാല് താഴെ ഉറയ്ക്കുന്ന കുഞ്ഞല്ലേ, എപ്പോഴും ഇങ്ങനെ പിരിവിരിപ്പ് വന്ന് എപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കും. ഇനി നമുക്ക് മുടി റെഡിയാക്കണം. ജാൻസി റാണിയുടെ മുടി അഴിച്ചിടുന്ന ജാൻസി റാണിയുടെ
മുടിയാ തേജൂട്ടിക്ക് ഇഷ്ടം. അതെ, അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ തേജൂട്ടിക്ക് ദോശയും കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പണി എളുപ്പം കഴിയുമല്ലോ. അപ്പോൾ അതെ, നമ്മൾ മുടി ഇനി റെഡിയാക്കാൻ പോവുകയാണ്. രണ്ടായിട്ട് മോനെ അടങ്ങി നിൽക്കും മോനെ. രണ്ടായിട്ട് വകുപ്പ് എടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ എന്നെ കൊണ്ട് വഴക്ക് കേൾപ്പിക്കുന്നത്, എന്നെ മാന്തുന്നു. എൻ്റെ കൂടെ 2 കുത്ത്, 2 ക്ലിപ്പ്, 2 ഇടിയൊക്കെ കൊടുത്ത് ആ ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. നിൽക്കേ, ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ മുടി ഫ്രണ്ടിലോട്ട് വരുവേ. അതിന് ശേഷം ഇത് നമ്മളങ്ങ് ചീകി ഇടുക. പിന്നെ ഞാൻ ഇച്ചിരി വിഗ് പോലുള്ള സാധനമൊക്കെ ഇടയ്ക്ക് എൻ്റെ മുടി മൊത്തവും പോയപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് അറിയേണ്ടവർ ചോദിച്ചാൽ ഞാൻ വീഡിയോ ഇടാമേ. ഇത് പക്ഷേ തേജുവിന് വെക്കുന്നില്ല, കാരണം അത് ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുമ്പം കുറേ ആകുമ്പോൾ അങ്ങ് ടയേർഡാവേ. പിന്നെ ആവശ്യത്തിന് കുഴപ്പമില്ലാത്ത മുടി ഉള്ളതുകൊണ്ട്, ജാൻസിറാണിക്ക് വേണ്ടിയുള്ള മുടിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയും അടുത്തത് ഭയങ്കര വിറ്റാണ്. ഈ സാരിയുടെ കൂട്ടത്തിലുള്ള ബ്ലൗസ് പീസാണ് ഇത്. അതുകൊണ്ട് തേജു കുഞ്ഞായിരുന്നപ്പോഴത്തേന് തേജുവിന് ഒരു ഉടുപ്പ് തയ്ച്ചതാണ്. കണ്ടോ, ഇതും ഞാനെല്ലാം ഇത് കടയിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിച്ചത്. ഇത് തേജുട്ടിയുടെ വേറൊരു ഉടുപ്പിൽ നിന്ന് എടുത്തത്. അങ്ങനെ വള്ളിയൊക്കെ വെച്ചിട്ട് അന്ന് തയ്ച്ചതാണ്. ഇതാണ് തേജുട്ടീനെ തലപ്പാവായിട്ട് വെക്കുന്നത്. ഇതങ്ങനെ വെക്കണമെന്ന് ഞാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ചെയ്യാം. ഒടിരി ഒടിരി ഞാൻ ഇത് ബോർഡർ വരുന്ന പോലെ തലക്കകത്ത് കയറും. അത് ഇച്ചിരി ഇങ്ങനെ ഒന്ന് വെക്കുവാണ്. ശ്വാസം മുട്ടുന്നു. അതിപ്പോൾ എടുക്കും. ഇച്ചിരി നേരമൊക്കെ ഒന്ന് സഹിക്കേ, നിൽക്കേ ഇവിടെ. പിന്നെ കുറേ നാളായതായിരുന്നു, കഴുകാൻ പറ്റത്തില്ല ഇതേ. മോൻ നേരെ ഇരുന്നേ, നേരെ ഇരി. ചെറിയ ഇവിടെ പൊതുവേ ഇച്ചിരി തണുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു പനിയുടെ കോളൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് എല്ലാ ദിവസവും രാവിലെ ഉള്ളത് ഇച്ചിരി അലർജി പ്രശ്നമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം വേണ്ട, നമ്മളത് റെഡിയാക്കി ഫ്രണ്ടിലോട്ട് ഇത് കിടക്കുന്ന രീതിയിലിട്ടു. തിരിഞ്ഞ് ഇരിക്കാവോ ചെറുതായിട്ടൊന്ന്. ഇത് ഊരാൻ ഞാൻ തന്നെ പോകണം, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. ഇവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലുള്ള തലപ്പാവ് വെപ്പായതുകൊണ്ട് മോനെ അഴിഞ്ഞു പോവാതെ കെട്ടുക. ഇതിൽ തന്നെ കുറേ വള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. മോനെ എനിക്ക് കെട്ടാൻ വന്ന ഒരു രീതി ഞാനങ്ങ് കെട്ടുക. മോനെ കുഞ്ഞവിടെ കരയുന്നുണ്ട് രാവിലെ എണീറ്റിട്ട്. പിന്നെ ഇതേപോലെ ഒരുക്കമായതുകൊണ്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തേക്കുവാണ്. ഓക്കെ, വൃത്തികേടുണ്ടോയെന്ന് ചോദിച്ചാൽ അയ്യോ കുറച്ചൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് സ്ലൈഡൊക്കെ അറേഞ്ച് ചെയ്ത് കുത്തി വെക്കാം. തേച്ചിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരുങ്ങാൻ റെഡിയാകുന്ന ഒരാളാണ്. ഇനി തല അനക്കാൻ പറ്റത്തില്ല. ഈ ഫാൻസി ഡ്രസ്സ് കഴിയുന്നിടം വരെ തല ഓനെ പറയുമ്പോഴത്തേന് ഇച്ചിരി കൂടും. പിന്നെ അങ്ങനെ അനുസരണം ഇച്ചിരി ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇനി പുറകോട്ടും തിരിഞ്ഞ് തലപ്പാവ് ഇങ്ങനെ ചുരുട്ടി കൂട്ടി സ്ലൈഡ് ചെയ്ത് തലയോട്ടിയൊക്കെ ഉണ്ടല്ലേ. അവിടെ ഇവിടെ എല്ലാം സ്ലൈഡ് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ എല്ലാം ബ്ലാക്ക് കളറിലെ സ്ലൈഡ് എല്ലാം തീർന്നു പോയി. എന്നിട്ട് ഞാൻ ഈ തേജിട്ടിയുടെ പഴയതുവരെ തപ്പിയെടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. രാവിലെ എണീറ്റിട്ടുള്ള ആദ്യത്തെ 5 മണിക്ക് എണീറ്റ് ഈ സാധനമല്ല തപ്പി രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി ടിഫിനെല്ലാം റെഡിയാക്കി. രജിനി അനങ്ങരുത് കേട്ടോ, നോക്കട്ടെ.
ജാൻസി റാണിക്ക് ഇനി ഒരു പൊട്ടിൻ്റെ ആവശ്യമുണ്ട്. ജാൻസി റാണിക്ക് ചന്ദ്രക്കല പോലൊരു പൊട്ടുണ്ട്. ചന്ദ്രക്കല ഞാൻ തൊട്ടാൽ ശരിയാവത്തില്ല, അച്ഛൻ തൊട്ട് കൊടുക്കണം. ഞാൻ തന്നെ തൊടാം, അച്ഛൻ പറഞ്ഞു ഞാൻ തന്നെ തൊടാം. ഞാൻ അല്ലാണ്ട് എൻ്റെ സിന്ദൂരം ഇടാൻ വാങ്ങിച്ചു വെച്ച സാധനമാണ്. അത് പാത്ത് വെച്ചേക്കുമായിരുന്നത്. ഞാൻ രാവിലെ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ജാൻസി റാണി റെഡിയായി. ഇത്രയൊക്കെ മതിയല്ലേ? ചന്ദ്രക്കല റെഡിയായി. ഇനി ലിപ്റ്റിക്ക് ഞാൻ ഇട്ടുതരാം. തേജുവിന് ഞാൻ ലിപ്റ്റിക്ക് ഇട്ട് കൊടുക്കണ്ട, അങ്ങും ഇങ്ങും പറ്റിച്ച് തേജുവിന് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ്. അതുകൊണ്ട് മോനെ അങ്ങനെ അല്ല മോനെ, ഇങ്ങോട്ട് വാ. ഉണ്ടോ അവിടെ ഇവിടെ പറ്റി ഇരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ മൊത്തത്തിലിടുന്ന ഇഷ്ടമല്ല. മൊത്തത്തിൽ ഇടുന്ന തേജുവിൻ്റെ ഇഷ്ടമല്ലല്ലോ. ഇന്ന് തേജു അല്ല, ഇന്ന് ജാൻസി റാണിയാണ്. ഇനി നമുക്ക് ജാൻസി റാണിയുടെ പുരികം ഒന്ന് എഴുതി കൊടുക്കാം. ഒത്തിരി കട്ടിയിലല്ലാതെ ലൈറ്റ് ഷെയ്ഡായിട്ട് ഒന്ന് വരച്ചു. 4 വശവും ഒന്ന് വരച്ച് ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ. അകത്തൂടെ കറപ്പിച്ച് എഴുതത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എഴുതിയെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ കണ്ടോ, ജസ്റ്റ് ഒന്ന് മുകളിലും താഴെയുമായിട്ട് വരച്ച് വെച്ച് കോർണറും ഒന്ന് ഷാർപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അപ്പോൾ നല്ല ഭംഗിയാണ്. എത്ര പിരിയം ഇല്ലാത്തവർക്കും ഇങ്ങനെ എഴുതുവാണെങ്കിൽ നല്ല തിക്ക് പിരിയുമായിട്ട് തോന്നുവേ. ഞാനും ഇങ്ങനെ എഴുതാറുണ്ട് ഇടയ്ക്ക്. നല്ല ഭംഗിയല്ലേ? ഇനി നമുക്ക് തേണ്ട ഇവിടെ തേജുട്ടിക്ക് ഇവിടെ ഒരു മറുക് ഇട്ട് കൊടുക്കാം. ജാൻസി റാണിക്ക് തേണ്ട ഇവിടെ ആയിട്ടൊരു മറുകുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഈ മറുക് ഇട്ട് കൊടുക്കുന്നത്. അതും കഴിഞ്ഞു. ഇനി ഇത് കണ്ടോ, ജാൻസി റാണി ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചിരിയൊക്കെ ഉണ്ട് കണ്ടോ. ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ഒരു കാല് മുന്നോട്ടും ഒരു കാല് പുറകോട്ടും. കണ്ടോ, കാലയിൽ നമ്മൾ പാദസരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. മുത്ത് ആഭരണങ്ങളാണ് ജാൻസി റാണി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ഇനിയും ഇനി ഈ വാള് കണ്ടോ, ഇത് അച്ഛനും മോളും കൂടെ രാത്രിയിലിരുന്ന് ഉണ്ടാക്കിയതാണ്. അച്ഛനിത് ബേസ് ബോർഡൊക്കെ കട്ട് ചെയ്ത്, അതായത് നമ്മുടെ ഷർട്ടൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിൻ്റെ ഇത് കണ്ടോ, അതിൻ്റെ കവറ് അത് വെട്ടി റെഡിയാക്കി ആണ് ഈ വാളുണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് കമ്പിയൊക്കെ തിരികെ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ചുറ്റും സ്റ്റാപ്ലറൊക്കെ ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ കളർ തന്നെ സിൽവർ ആയിരുന്നത് കൊണ്ട് ആ കളറ് കിട്ടി. വേറൊരെണ്ണത്തിന് ബ്രൗൺ കളർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കിട്ടി. പിടിക്ക് കണ്ടോ, യെല്ലോ കളറ്, അത് നമ്മുടെ കവറിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഒന്നും നമുക്ക് ഒട്ടിക്കേണ്ടി വന്നില്ല. നല്ല ഫിനിഷിങ് തന്നെ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് തേജിൻ്റെ ഉടുപ്പയിൽ ബാക്കിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇളക്കി എടുത്തതായിരുന്നേ. അത് ജലദോഷം ഉണ്ടോ, അത് ഞാൻ ചുമ്മാ അതിൻ്റെ ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കുവാണേ. കാരണം അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. നമ്മൾ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ തേജിനെ ഇതുപോലെ അവിടെ വരെ എത്തിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. കാരണം മോനെ ഇങ്ങനെ തന്നെ നിന്ന് റെഡി ആയിട്ട് വരണം കേട്ടോ. നമ്മൾ പ്രൈസ് ഒന്നും പ്രതീക്ഷിച്ചോ അങ്ങനെ ഒന്നും അല്ല. അപ്പം നമ്മൾ തേജുവിനെ ഫാൻസി ഡ്രസ്സിന് സ്കൂളിൽ കോമ്പറ്റീഷനായിട്ടൊന്നുമില്ല, ജസ്റ്റ് എല്ലാവരും ഒരു ഫാൻസി ഡ്രസ്സിന് പങ്കെടുക്കാമെന്നുള്ള നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോകണം, സമയമില്ല, കുഞ്ഞിനെ റെഡിയാക്കിയിട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബായ്, എല്ലാവർക്കും ഒരു ബായ്.